ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് സെക്ഷൻസ് ആണ്. ഒന്ന് ആവറേജ് വെലോസിറ്റി സ്പീഡ് കൺസെപ്റ്റും അതുപോലെ ആക്സിലറേഷൻ എന്നുള്ള ഒരു പോർഷനും. അപ്പൊ നമ്മൾ ഫോക്കസ് ഏരിയ നോക്കി മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പോർഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കുറച്ച് ഗ്രാഫുകൾ ഉള്ളത്. അപ്പൊ ആ ഗ്രാഫുകൾ വളരെ നന്നായിട്ട് നോക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാകുന്നത് ഏകദേശം 3 മാർക്കോ അല്ലെങ്കിൽ 4 മാർക്കോ ആയിരിക്കും. അപ്പൊ ആ ഗ്രാഫ് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്കത് പഠിച്ചെടുക്കാം. നമുക്ക് ഈ ഒരു ഷോർട്ട് ടൈമിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഇതൊന്ന് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ആ ഒരു വീഡിയോ സെക്ഷൻ ആണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ ടൈപ്പ് ഗ്രാഫ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. അപ്പൊ അതെങ്ങനെ ഓർത്തിരിക്കാം എന്നുള്ളതും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ പതിവ് പോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് നമ്മുടെ ഇതിന്റെ വീഡിയോയുടെ ഒരു PDF ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മുടെ ഗ്രാഫ് അതിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ആക്സിസുകളെ കുറിച്ച് നന്നായിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എങ്കിൽ പോലും ഞാനൊന്ന് പറഞ്ഞിരിക്കാം. നമ്മുടെ ആക്സിസുകൾ വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഏതൊക്കെ ആക്സിസ് നമുക്ക് ഉള്ളത്? 2 ആക്സിസുകൾ, ഒന്ന് നമ്മുടെ എക്സ് ആക്സിസും ഒന്ന് നമ്മുടെ വൈ ആക്സിസും. നമ്മുടെ ഈ ഗ്രാഫിൽ എല്ലാ ഗ്രാഫിലും നമ്മുടെ ഈ ഫിസിക്സിൽ വരുന്ന ഈ മോഷനിൽ വരുന്ന എല്ലാ ഗ്രാഫിനകത്തും ടൈം ആണ് എവിടെ ഇരിക്കുക? എക്സ് ആക്സിസിൽ ഇരിക്കുക. നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ പോലും 2008 മുതലുള്ള മൊത്തം ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ടുണ്ട്. അതിൽ ഉൾപ്പെടെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ടൈമിനെ നമുക്കതൊരു ഇൻഡിപെൻഡന്റ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് എപ്പോഴും ടൈമിനെ നമ്മൾ എവിടെ വെക്കത്തുള്ളൂ? എക്സ് ആക്സിസിലെ വെച്ചേക്കത്തുള്ളൂ. അതിന് ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പോ ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമുക്ക് വരുന്ന ഗ്രാഫുകൾ എന്ന് പറഞ്ഞാൽ ദാ ഈ ഒരു ഷേപ്പിലായിരിക്കും ഇരിക്കുക. ഒന്നെന്ന് പറയുന്നത് ദാ ഈ ഒരു ഷേപ്പ്. അപ്പൊ ഈ ഷേപ്പിന്റെ ഉള്ള ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ വൈ ആക്സിസിലെ വാല്യൂ ഇപ്പോ ഇതൊരു 5 ആണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ട് അങ്ങനെ നിൽക്കുക, മാറുന്നില്ല. പക്ഷെ എക്സിന്റെ വാല്യൂ, എക്സ് ആക്സിലെ വാല്യൂ നോക്കിക്കേ, 1 ആകുന്നുണ്ട്, 2 ആകുന്നുണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അപ്പോ ഈ ഒരു ടൈപ്പ് ഗ്രാഫ് നമുക്ക് ഉണ്ട്. അതുപോലെ പിന്നീട് വരുന്നൊരു ഗ്രാഫ് എന്ന് പറയുന്നത് ദാ ഇതാണ്. ദാ ഇങ്ങനെ ഒരു ഗ്രാഫ്. ചിലപ്പോൾ അത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ അത് ഒറിജിനിൽ നിന്നല്ല, ചിലപ്പോൾ അതൊരു പോസിറ്റീവ് ആക്സിസിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതാ ഇവിടെ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. എന്തോ ആയിക്കോട്ടെ, രണ്ടു സെയിം ഗ്രാഫാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു ഗ്രാഫിൽ ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് പണി തരുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. സാധാരണ കേസിൽ വരയ്ക്കാനും ചില സമയത്ത് നമ്മുടെ പ്രീവിയസ് കഴിഞ്ഞ 2 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ദാ നമ്മുടെ എ പാർട്ടിൽ കാണും. അത് ഒരു ഗ്രാഫ് ദേ ഇങ്ങനെയായിരിക്കും, അതുപോലെ ഒരു ഗ്രാഫ് ദാ ഈ ഒരു രീതിയിൽ ഇങ്ങനെയായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള നോക്കിക്കഴിഞ്ഞാല് ഒന്ന്, ഇത് രണ്ടാമത്തത്, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് മൂന്നാമത്തത്. ഈ 3 ഗ്രാഫുകളെ കുറിച്ച് മാത്രം നിങ്ങൾ അറിഞ്ഞാൽ മതി നിങ്ങളുടെ പരീക്ഷയ്ക്കുള്ള മാർക്കിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇവന്മാർ എവിടൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഓക്കെ, അപ്പോ ഇനി മനസ്സിലാക്കേണ്ടത് ഗ്രാഫുകൾ ഏതൊക്കെ കൺസെപ്റ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോ അതിൽ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. യൂണിഫോം ആക്സിലറേഷൻ. അപ്പോ ഈ യൂണിഫോം ആക്സിലറേഷന്റെ എത്ര ഗ്രാഫുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ യൂണിഫോം ആക്സിലറേഷൻ എന്താണ്? യൂണിഫോം ആക്സിലറേഷൻ അതായത് ആക്സിലറേഷന്റെ ഇക്വേഷൻ ആദ്യം അറിയുക. A is equal to ആക്സിലറേഷൻ എന്താ? V minus U divided by T. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇപ്പോ ഒരു വണ്ടി ഒരു 40 കിലോമീറ്റർ പെർ അവറിൽ മൂവ് ചെയ്യുന്നതായിരിക്കാം. 40 കിലോമീറ്റർ പെർ അവറിൽ മൂവിങ്ങിലാണ്. ഓക്കെ, അപ്പൊ അത് ഒരു 5 സെക്കൻഡ് കഴിഞ്ഞപ്പോ അത് 50 ആയിട്ട് മാറുന്നു. എഗെയിൻ 5 സെക്കൻഡ് കഴിയുമ്പോൾ എത്രയായിട്ട് മാറുന്നു? 60 ആയിട്ട് മാറുന്നു. എഗെയിൻ 5 സെക്കൻഡ് കഴിയുമ്പോൾ 70 ആയിട്ട് മാറുന്നു. അപ്പൊ ഓരോ 10 കിലോമീറ്റർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും എത്ര സെക്കൻഡാ? 5 സെക്കൻഡാ. 5 സെക്കൻഡ്. അപ്പൊ നോക്കിക്കേ, അതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി. 40 50 ആയിട്ട് മാറി, എത്ര സെക്കൻഡ്? 5 സെക്കൻഡ് എടുത്തു. 50 60 ആയിട്ട് മാറി, എത്ര സെക്കൻഡ്? 5 സെക്കൻഡ്. 60 70 ആയിട്ട് മാറുന്നു, എത്ര സെക്കൻഡ്? 5 സെക്കൻഡ്. അപ്പോ സെയിം ടൈം ഇന്റർവെല്ലിൽ 10 കിലോമീറ്റർ പെർ അവർ ആണ് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആക്സിലറേഷൻ ഇതിപ്പോ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പൊ ഈ ഒരു ആക്സിലറേഷൻ ആണ് എന്ന് പറയാം യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടുത്തെ ആക്സിലറേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? V മൈനസ് യു, ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്. അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. നോക്കാം നമുക്ക് എത്ര വരുമെന്ന്. A is equal to, ഇപ്പൊ ഈ 2 സെക്ഷൻസ് മാത്രം നോക്കാം.
40 50 ആയിട്ട് മാറി. അപ്പൊ ഫൈനൽ എത്രയാ? 50 50 മൈനസ് 40 ഡിവൈഡഡ് ബൈ എടുത്തിരിക്കുന്ന ടൈം 5 സെക്കൻഡ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 10/5 എത്ര കിട്ടിയിട്ടുണ്ട്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സലറേഷൻ. 40 നിന്ന് 50 കഴിഞ്ഞു. അപ്പോ 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള യൂണിഫോം ആക്സലറേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ യൂണിഫോം ആക്സലറേഷന്റെ ഒന്നാമത്തെ കർവ്, ഒന്നാമത്തെ ഗ്രാഫ്. ഓക്കെ, അപ്പൊ അവർ ചോദിക്കുന്നത് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കാനാ. ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫ് ഏതാ? ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. അപ്പൊ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ആക്സിലറേഷൻ എവിടെ വരും? നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, ആക്സിലറേഷൻ എവിടെ ആയിരിക്കും വരാൻ പോകുന്നത്? y ആക്സിസിലായിരിക്കും ആക്സിലറേഷൻ വരാൻ പോകുന്നത്. എക്സ് ആക്സിൽ ആരായിരിക്കും ഇരിക്കുന്നത്? എപ്പോഴും ടൈം തന്നെ, ഒരു മാറ്റവും ഇല്ല, ഫുൾ ടൈം ടൈം തന്നെ. ഓക്കെ, അപ്പോ ആക്സിലറേഷൻ ടൈം. എന്താണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാല്? ആക്സിലറേഷൻ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല, അല്ലെങ്കിൽ പറയാം കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ആണ്. ഇപ്പോ 5 ആണെങ്കിൽ 5, 10 ആണെങ്കിൽ 10. ഇപ്പോ ഞാൻ ഇവിടെ ഒരു 5 ആണെന്ന് വിചാരിക്കാം, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ അത് 1 സെക്കൻഡ് ആയാലും 5 തന്നെ, 2 സെക്കൻഡ് ആയാലും 5 തന്നെ, 3 സെക്കൻഡ് ആയാലും ഇത്ര തന്നെ, 5 എപ്പോഴായാലും 5 തന്നെ. അപ്പൊ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? ഈ രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ യൂണിഫോം ആക്സിലറേഷന്റെ കർവാണ് വരയ്ക്കുന്നത് ഫസ്റ്റ് ഗ്രാഫ്, ആക്സിലറേഷൻ ടൈം ഗ്രാഫ്. y ആക്സിസിൽ ആരെ കൊണ്ടുവന്നു? ആക്സിലറേഷനെ. എക്സ് ആക്സിൽ ആരെ കൊണ്ടുവന്നു? ടൈമിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ആ ഗ്രാഫ് കഴിഞ്ഞു. ഇനി യൂണിഫോം ആക്സിലറേഷൻ തന്നെ അടുത്തൊരു കർവ് ഉണ്ട്. അപ്പൊ ആ ഒരു കർവ് എങ്ങനെയാ നമുക്ക് നോക്കാം. അപ്പൊ അതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പൊ ആക്സിലറേഷൻ ടൈം ആണല്ലോ, ഇനി അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത് വെലോസിറ്റിയും ടൈമും ആയിരിക്കും. വെലോസിറ്റിയും ടൈമും. ഓക്കെ, നമുക്ക് ആ കറക്റ്റ് ഗ്രാഫുകൾ ഓരോ രീതിയിൽ സോർട്ട് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറക്കത്തില്ല. അപ്പൊ ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് യൂണിഫോം ആക്സിലറേഷൻ തന്നെ ഏത് കർവാണ്? വെലോസിറ്റി ടൈം ആണ്. വെലോസിറ്റി ടൈം, വെലോസിറ്റി ടൈം. യൂണിഫോം ആക്സിലറേഷൻ തന്നെ എങ്ങനെ വരയ്ക്കുന്നു? വെലോസിറ്റി ടൈം ഉപയോഗിച്ച് വരയ്ക്കുന്നു. അപ്പോ നമ്മൾ നോക്കുന്നത് y ആക്സിസിൽ ആരാ വരാൻ പോകുന്നത്? നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഇവിടെ ആരാ വരാൻ പോവാ? y ആക്സിസിൽ വെലോസിറ്റി. ഓക്കെ, അത് കറക്റ്റ് ആണ്. ഇനി എന്താ? x ആക്സിസിൽ ടൈം. വെലോസിറ്റി ടൈം ഗ്രാഫ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇക്വേഷൻ, അതിന് നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി. ചേഞ്ച് ഇൻ വെലോസിറ്റി അഥവാ v മൈനസ് u എന്നാണല്ലോ. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ. അവിടെ നമുക്ക് വേണമെങ്കിൽ എഴുതാം a ഇൻറ്റു ടി, ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ടൈം അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഇസ് ഈക്വൽ ടു വെലോസിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ടൈമിനെയും വെലോസിറ്റിനെയും മാത്രമാണ് നോക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ടൈം അല്ലെങ്കിൽ വെലോസിറ്റി പ്രപ്പോർഷണൽ എന്താണ്? ടൈമാണ്. ഓക്കെ, അപ്പൊ ടൈം കൂടുന്ന അനുസരിച്ച് എന്തും കൂടിക്കൊണ്ടിരിക്കും, വെലോസിറ്റിയും കൂടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള ഗ്രാഫ് എല്ലാം ഒരേ രീതിയാണ്. വെലോസിറ്റി ടൈം കൂടുമ്പോൾ വെലോസിറ്റി കൂടുക, അപ്പൊ ഒന്ന് കൂടുമ്പോൾ മറ്റേ ഫിസിക്കൽ ക്വാണ്ടിറ്റി കൂടുക. അങ്ങനെയുള്ള ഗ്രാഫുകളെല്ലാം എങ്ങനെയായിരിക്കും? ഈ ഒരു രീതിയിലായിരിക്കും വരയ്ക്കുക, ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പൊ യൂണിഫോം ആക്സിലറേഷൻ തന്നെ വെലോസിറ്റി ടൈം ആകുമ്പോൾ ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് ഞാൻ എടുത്തേക്കുന്ന ഇക്വേഷൻ ഏതാ? a is equal to v minus u by t. അത് വേണമെങ്കിൽ ഒന്ന് കോട്ട് ചെയ്ത് വെച്ചേക്കാം. ചിലപ്പോൾ 1/2 മാർക്കിന് എങ്ങാനും ചോദിക്കും ചിലപ്പോൾ, നിങ്ങൾ ഏത് ഇക്വേഷനിൽ നിന്നാണ് ആ ഗ്രാഫിലേക്ക് എത്തിയെന്നുള്ളതായിരിക്കും. ഓക്കെ, അത് ക്ലിയർ ആണ്. ഇപ്പൊ രണ്ടാമത്തെ ഗ്രാഫ് നമ്മൾ വരച്ചു, യൂണിഫോം ആക്സിലറേഷന്റെ രണ്ടാമത്തെ ഗ്രാഫ് വരച്ചു. ഇനി മൂന്നാമതൊരു ഗ്രാഫ് കൂടിയുണ്ട്. അതെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ടൈം. അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈം അല്ലെങ്കിൽ പൊസിഷൻ ടൈം എന്ന് വേണമെങ്കിലും ചിലപ്പോൾ ചോദിക്കും. പൊസിഷൻ ടൈം എന്ന് വേണമെങ്കിലും ചോദിക്കും. ഓക്കെ, രണ്ടായാലും കുഴപ്പമില്ല, രണ്ടായാലും ശരി, അവർക്ക് വരയ്ക്കാനുള്ളത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പോ അഗൈൻ നമ്മൾ നേരത്തെ വരച്ചതുപോലെ തന്നെ നമ്മൾ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ അവിടെ അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് ആദ്യം എന്താണ്? y ആക്സിസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് അഥവാ പൊസിഷനെ നമ്മൾ കൊടുക്കുക, x ആക്സിൽ നമ്മൾ എന്ത് കൊടുക്കുക? ടൈമും കൊടുക്കുക. ഓക്കെ, അത് ക്ലിയർ ആയി. ഇനി ഗ്രാഫ് ആണ് കിട്ടേണ്ടത്. അപ്പോ ഇനി ഗ്രാഫ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കേണ്ടത് ഇവര് ഡിസ്പ്ലേസ്മെന്റും ടൈമും. നിങ്ങൾ ആക്സിലറേഷന്റെ ഇക്വേഷൻ എഴുതണം. ഇവിടെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്, s is equal to ut plus half at square. s is equal to ut plus half at square. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡെപ്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ ഇക്വേഷന് ഏറ്റവും കൂടുതൽ സാദൃശ്യമുള്ളത് പരാബോളയായിട്ടാണ്. പരാബോള, അതായത് പരാബോളിക് ആയിട്ടുള്ള പരാബോളയുടെ ഇക്വേഷൻ, അതായത് y is equal to ax plus bx square എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ സെയിം രീതിയിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇതിന്റെ വരാൻ പോകുന്ന ഗ്രാഫ് എങ്ങനെ തന്നെയായിരിക്കും? ഒരു പരാബോളിക് രീതി ആയിരിക്കും. അപ്പോ വരുന്ന ഗ്രാഫ് ഇതാ ഇങ്ങനെയായിരിക്കും. നമുക്ക് 0 എന്ന് വേണമെങ്കിൽ 0 സ്റ്റാർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു പൊസിഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം.
ഇങ്ങനെ. ആ സെക്കൻഡ് ഗ്രാഫിനും അത് കണക്ക് തന്നെയാണ്. ഒറിജിനിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം, നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതെല്ലാം പോസിറ്റീവ് രീതിയിലാണ് ഞാൻ ഗ്രാഫ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഒരു നെഗറ്റീവ് കൂടിയുണ്ട്. അതായത് യൂണിഫോം ആക്സിലറേഷൻ അങ്ങോട്ട് മാറിയിട്ട് റിട്ടാർഡേഷൻ ആയി കഴിഞ്ഞാൽ ഈ ഗ്രാഫ് മാറും. പക്ഷെ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല, ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് പിടികിട്ടും. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ എന്താ, നെഗറ്റീവാ. അപ്പൊ നമ്മൾ ഇനി വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫിൽ തൊട്ട് താഴെ തന്നെ വരച്ച് കാണിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഏത് റിട്ടാർഡേഷൻ മാർക്ക് ചെയ്ത് കാണിക്കണം. റിട്ടാർഡേഷൻ ആകുമ്പോൾ നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം y ആക്സിസിൽ. നമ്മളിപ്പോ മുകളിൽ എല്ലി വരച്ചേക്കുന്നത്, അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ താഴെ വരച്ച് കാണിക്കുക. അത്രേ ഉള്ളൂ, താഴെ വരച്ച് കാണിക്കുക. അപ്പൊ റിട്ടാർഡേഷൻ ആയി. ഇനി ഇതേ ഗ്രാഫ് നമ്മുടെ രണ്ടാമത്തെ ഗ്രാഫിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് എന്ത് കാണിക്കണം, നെഗറ്റീവ്. റിട്ടാർഡേഷന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നെഗറ്റീവ് ആക്കി കാണിക്കുക. നമ്മുടെ സ്ലോപ്പ് നെഗറ്റീവ് ആക്കി കാണിക്കുക. ഇത്രയേ ഉള്ളൂ. അതേ ഗ്രാഫ് തന്നെ എങ്ങോട്ട് വരയ്ക്കുക, താഴേക്ക് വരച്ചാൽ മതി. ഇപ്പൊ ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ വരച്ചേക്കുന്നത് ആക്സിസ് വരച്ചു, എന്ത് ചെയ്യാം, ഇത് താഴേക്ക് വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. താപ്പോട്ട് അങ്ങോട്ട് പോകും. y എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സെയിം സംഭവം തന്നെയാണ് ഇവിടെയും വരാൻ പോകുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ റിട്ടാർഡേഷൻ വരയ്ക്കുമ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്ത് ചെയ്യത്തില്ല, ഡിസ്പ്ലേസ്മെന്റ് താഴേക്ക് നെഗറ്റീവ് ആവത്തില്ല. റിട്ടാർഡേഷൻ ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ് വരാൻ പോകുന്നത്. ഇതാണ് നമുക്ക് ഒരുപാട് വട്ടം റിപ്പീറ്റ് അടിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതായത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ തന്നെ യൂണിഫോം റിട്ടാർഡേഷൻ. അപ്പൊ അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ റിട്ടാർഡേഷൻ വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫാണ് വരയ്ക്കാനുള്ളത്. ഓക്കെ, അപ്പൊ y ആക്സിസും x ആക്സിസും സെയിം തന്നെ, ഡിസ്പ്ലേസ്മെന്റ് ടൈം അല്ലെങ്കിൽ പൊസിഷൻ ടൈം. അപ്പൊ ഇത്രയാണ് യൂണിഫോം ആക്സിലറേഷന്റെ കർവുകൾ. പോസിറ്റീവിന്റെ കേസ് ഓർമ്മയുണ്ടെങ്കിൽ നെഗറ്റീവ്സിന്റെ കേസ് വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ വളരെ നന്നായിട്ട് നോക്കുക. ഇരുന്ന് ഉറങ്ങി തൂങ്ങി നോക്കാതെ നന്നായിട്ട് ഒന്ന് റിപ്പീറ്റ് അടിച്ച് പഠിച്ച് മനസ്സിലാക്കി ക്ലിയർ ആക്കി അങ്ങോട്ട് വെക്കുക. ഓക്കെ, അപ്പൊ യൂണിഫോം ആക്സിലറേഷൻ കഴിഞ്ഞു. ഇനി അടുത്തേന്ന് പറയുന്ന ഗ്രാഫ് വരുന്നത് നമ്മുടെ യൂണിഫോം മോഷൻ ആണ്, അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി ആണ്. യൂണിഫോം വെലോസിറ്റി. അപ്പൊ യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ, യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസ്റ്റന്റ് വെലോസിറ്റിയാ. വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല. അപ്പൊ 40-ൽ പൊക്കോണ്ടിരിക്കുന്ന വണ്ടിയാണെങ്കിൽ 40-ൽ തന്നെ പൊക്കോണ്ടിരിക്കും. അപ്പോ എന്താ മനസ്സിലാക്കുന്നത്, നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നില്ല. നമ്മള് വണ്ടിയിൽ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ പറയും, എന്ത് പറയും, ആക്സിലറേഷൻ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും, ആക്സിലറേഷൻ ഇല്ല അവിടെ. എത്രയാ, 0. അപ്പോ ഈ യൂണിഫോം വെലോസിറ്റിക്ക് ഏത് കർവില്ല, ആക്സിലറേഷനും ടൈം എന്നുള്ള കർവില്ല. അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. പിടികിട്ടിയല്ലോ. അപ്പൊ കോൺസ്റ്റന്റ് വെലോസിറ്റിക്കകത്ത് എന്ത് 0 ആയിരിക്കും, ആക്സിലറേഷൻ 0 ആയിരിക്കും. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ ആലോചിച്ചാൽ മതി, നിങ്ങൾ വണ്ടിയിൽ പൊക്കോണ്ടിരിക്കും, 40-ൽ തന്നെ പൊക്കോണ്ടിരിക്കുക. കൈ കൊടുക്കുന്നുണ്ടോ, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, കൈ കൊടുക്കുന്നുണ്ടോ, ഇല്ല. ആക്സിലറേഷൻ കൊടുക്കുന്നില്ല, എത്രയാ, 0. അപ്പൊ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇതിന് ഇല്ല. അപ്പൊ ഒരു ഗ്രാഫ് കുറഞ്ഞേ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഗ്രാഫിന്റെ എണ്ണം കൂടുതലുള്ള ആളെ, ഇനി നമ്മൾ കുറഞ്ഞു വരിക. അപ്പൊ യൂണിഫോം വെലോസിറ്റിയിൽ നമുക്ക് ആദ്യത്തെ ഗ്രാഫ് ഏതായിരിക്കും, വെലോസിറ്റി ടൈം ഗ്രാഫ് ആയിരിക്കും. ഓക്കെ, വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് നമുക്ക് വരയ്ക്കാനുള്ളത്. അപ്പൊ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ എന്തില്ല, ചേഞ്ച് ഇല്ല. അപ്പൊ തന്നെ നമുക്ക് പിടിയിട്ടുള്ള വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല. അപ്പോ y ആക്സിസിൽ ഞാൻ ആരെ മാർക്ക് ചെയ്യുന്നു, വെലോസിറ്റി മാർക്ക് ചെയ്യുന്നു. x ആക്സിൽ ആരെ മാർക്ക് ചെയ്യുന്നു, ടൈം മാർക്ക് ചെയ്യുന്നു. അപ്പോ 5 വെലോസിറ്റി എങ്കിൽ ഫുൾ ടൈം എത്ര തന്നെയായിരിക്കും, 5 മീറ്റർ/സെക്കൻഡ് തന്നെയായിരിക്കും. ഒരു മാറ്റമില്ല, ഫുൾ ടൈം ഇത് തന്നെയായിരിക്കും. കണ്ട. അപ്പൊ കോൺസ്റ്റന്റ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരുമ്പോഴത്തേക്ക് നമ്മുടെ പഴയ ഗ്രാഫ് അവിടെ വന്നാണ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണം, ഒരേ ഗ്രാഫ് ഒരേ ഫിഗർ തന്നെ വന്നേക്കുന്നത്, പക്ഷെ രണ്ട് സ്ഥലത്താണ് വന്നേക്കുന്നത്. യൂണിഫോം വെലോസിറ്റി ടൈം ഗ്രാഫിലാണ് ഇപ്പൊ നമുക്ക് ആ പാരലൈൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ കേസിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് അപ്പൊ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. നെഗറ്റീവ് മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്താൽ മതി, താഴേക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞു നെഗറ്റീവ്, കഴിഞ്ഞു, താഴെ കാണിച്ചു നെഗറ്റീവ്. വെലോസിറ്റി ടൈം ഗ്രാഫ് കഴിഞ്ഞു. അപ്പൊ ഇതിന് രണ്ടാമത്തെ ഏതാ, ഡിസ്പ്ലേസ്മെന്റ് ടൈം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇക്വേഷൻ നമ്മൾ അറിയണം. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താ, വെലോസിറ്റി ഇൻറ്റു എന്താണ്, ടൈം. ഇവിടെ നമ്മൾ നോക്കിയാൽ ഡിസ്പ്ലേസ്മെന്റും ടൈമും എങ്ങനെയാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ എന്താ, ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുക. അപ്പൊ യൂണിഫോം വെലോസിറ്റിയിലെ കേസ് വരുമ്പോഴത്തേക്ക് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എന്താണ്, വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ ടു എന്ന് പറയാം, ടൈം എന്ന് പറയാം. അപ്പൊ ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കൂടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ വരയ്ക്കുന്നത്, നമ്മൾ നേരത്തെ കണ്ടതാണ്. എങ്ങനെയാ, ഇങ്ങനെ വരച്ചു വിട്ടാൽ മതി. അപ്പൊ ഇതെന്താ ഡിസ്പ്ലേസ്മെന്റ്, ഇതെന്താ
ടൈം കഴിഞ്ഞു. 2 ഗ്രാഫേ ഉള്ളൂ ഇതിന്. മറ്റേതിന് എത്ര ഉണ്ടായിരുന്നു? 3 ഗ്രാഫ്. ഇതിനിപ്പോ എത്ര ഉണ്ട്? 2 ഗ്രാഫ്. ഇതിന്റെ നെഗറ്റീവ് മാർക്ക് അറിയായിരിക്കുമല്ലോ. നെഗറ്റീവ് മാർക്ക് ചെയ്ത് കാണിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഗ്രാഫ് എങ്ങോട്ടേക്ക് വരച്ച് കാണിക്കുക? താഴേക്ക് വരച്ച് കാണിക്കുക. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞു. അപ്പോ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. യൂണിഫോം വെലോസിറ്റിക്കകത്ത് ഈ 2 കർവുകൾ മാത്രം. ഇനി ഒരേ ഒരു ഗ്രാഫ് മാത്രമേ ഉള്ളൂ, അറ്റ് റെസ്റ്റ് എന്നുള്ള ഗ്രാഫ്. അറ്റ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? ബോഡി എങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. ബോഡി മൂവ് ചെയ്യുന്നില്ലെങ്കിൽ വെലോസിറ്റി ഇല്ല, ആക്സിലറേഷൻ ഇല്ല. അപ്പൊ വെലോസിറ്റിയുടെ ഗ്രാഫ് ഇല്ല, അപ്പൊ ആക്സിലറേഷൻ ഇല്ല, ആക്സിലറേഷൻ ഗ്രാഫും ഇല്ല. അപ്പൊ ഏത് മാത്രമേ ഉള്ളൂ? പൊസിഷൻ ടൈം ഗ്രാഫ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് മാത്രമേ ഉള്ളൂ. അപ്പോ ദാ ഇങ്ങനെ കാണിച്ചാൽ മതി. ഡിസ്പ്ലേസ്മെന്റ്, പിന്നെ ഏതാ? ടൈം. അപ്പോ ഡിസ്പ്ലേസ്മെന്റ് ഇപ്പോ x0 എന്ന് പറയുന്ന ഒരു പൊസിഷനിലാണ് ഇരുന്നതെങ്കിൽ അവൻ ഇപ്പോഴും ഇവിടെ തന്നെ ഇരിക്കുക, x0യിൽ തന്നെ ഇരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ആ ഗ്രാഫ് കഴിഞ്ഞു. അതിന് ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കാണിച്ചേക്കുക. അത്രേ ഉള്ളൂ സംഭവം. ആകെ ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി. എത്ര ഗ്രാഫ് ഉണ്ട്? 3, 2, 5, 1, 6 ഗ്രാഫ്. കറക്റ്റ് സോർട്ട് ചെയ്ത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് പഠിച്ചാൽ ഒന്നുമില്ല, ഈ 6 ഗ്രാഫിൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങളുടെ 4 മാർക്ക് കിട്ടും. അപ്പൊ ആ ഫോക്കസ് ഏരിയയിൽ 2 സെക്ഷനിലായിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പൊ എല്ലാം കൂടെ പഠിച്ച് കുളവാക്കാൻ നിൽക്കേണ്ടത് ഈ ഒരു രീതിയിൽ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്താൽ മതി, അത് നമ്മൾ ക്ലാരിറ്റി വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോ ആ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.